പോലെ ഓൻ്റെ മോനെ തലയിരിക്കുന്നു നോക്കി മറ്റേ കിടില വരാത് നമ്മുടെ ഫിഷ് ഓൺ ഗൈസ് നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ഒരു മീൻ അടിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക്. ഓ ഷിറ്റ്, മിസ്സായി. ഹെവി സാധനം. ഷേ അടിച്ചു സ്ട്രൈക്ക് അടിച്ച് നിൽക്കുന്നില്ല. നല്ല ജൈൻറ്റ് വരാല്, സൂപ്പർ സാധനം. അവൻ്റെ തല നോക്കി. നമുക്കിന്ന് അടിച്ചു കയറിയ മീനാണ് ഇത്രേ. ഇതിലൊരു അത്യാവശ്യം സൈസ് ഒരു വരാലുണ്ട്, അതിനെ ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു കാസ്റ്റിംഗ് കാച്ച്. അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെല്ലാം ഈ കാണുന്ന പാട് നടന്ന് കാസ്റ്റിങ്ങിനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫ്രോഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പുതിയൊരു ഫ്രോഗാണ്. നമ്മുടെ ഈ ഫ്രോഗ് നമ്മുടെ ബ്രാവോയുടെ ബേബി ക്രോസ് എന്ന് പറഞ്ഞ ഫ്രോഗാണ്. നമ്മുടെ റോഡ് റീൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്ഥിരം ഫോസിലിൻ്റെ അൾട്ടിമയും സീസറിൻ്റെ കാസ്റ്റക്സ് നമ്മുടെ റീല്. ഏതായാലും നമുക്ക് എന്ത് കിട്ടുന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും വീട്ടിലേക്ക് പോകാം. ഗൈസ്, നമ്മളിപ്പോൾ പുതിയൊരു ഫ്രോഗ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രാവോയുടെ ബേബി ക്രോസ് എന്ന് പറഞ്ഞ ഫ്രോഗാണ്. എല്ലാ അടിപൊളി റിസൾട്ടും കാര്യങ്ങളും ഉള്ള ഫ്രോഗാണ്. ഇതിൻ്റെ സ്പിന്നർ കണ്ടോ, എൽ ഷേപ്പാണ് ഇതിന് സ്പിന്നർ വരുന്നതുകൊണ്ട് നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നമുക്ക് എന്താ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമ്മൾ ഫസ്റ്റ് ആണ് ഇത് യൂസ് ചെയ്ത്. നമുക്ക് ഏതായാലും കാസ്റ്റ് നോക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. പൊതക്കയെന്ന് പറഞ്ഞ അടി. ജൈൻറ്റ് മീൻ. നമ്മുടെ പാടത്ത് വന്നിരിക്കുന്ന ഈ പ്രാവ് അതും ഇതൊക്കെ നമ്മുടെ ഈ നെല്ല് ഇത് ചെയ്യുമ്പോൾ അതെല്ലാം കൊത്തിക്കൊണ്ട് പോകും. അതിനൊക്കെ ഓടിക്കുന്നതാണ് ഈ സൗണ്ട്. പിന്നെ നമ്മളിത് കണ്ടിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴ വള്ളം കളിക്കാൻ. കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നമുക്ക് മീൻ അടിച്ച് കയറുന്നത്. പക്ഷേ നമുക്ക് ഇരുട്ടായിപ്പോയി. നമുക്ക് ആ വീഡിയോക്കകത്തൊന്നും കാണാൻ കൂടി പറ്റത്തില്ല മീൻ അടിച്ച് കയറുന്നത്. രാത്രിയായിപ്പോയി. സ്ട്രൈക്ക് എൻ്റെ മോൻ ഫ്രോഗ് അടിച്ച് തിരിച്ച് കളഞ്ഞു. നൈസ് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അവനെ നമ്മളിപ്പോൾ തൂക്കും. ഫ്രോഗ് അടിച്ച് തിരിച്ച് കളഞ്ഞു. കാസ്റ്റ് അവനെ തൂക്കാം. നൈസ് ഒരു ഫിഷ് ഓൺ ഗൈസ്, നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഫിഷ് ഓൺ. നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസിലെ ഫാസ്റ്റ് മീൻ. വാ നൈസ് ഒരു വരാലടിച്ച് കയറിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസിൽ. നോക്കിയേ, അതൊരു നൈസ് വരാൽ, നൈസ് ഹുക്കപ്പ്. നോക്കി അതിൻ്റെ ഹുക്കപ്പ് കണ്ട, ഒന്നും പറയാനില്ല. നൈസ് ഹുക്കപ്പ്. ഫ്രോഗിൻ്റെ പുറകെ ഒരു തവള ഓടിച്ചല്ലുന്നു. എന്നിട്ട് പിടിച്ചിട്ട് ഇതിനകത്ത് തൂക്കിടക്കാൻ ഇതുപോലെ അഹങ്കാരം കാണിച്ചു തരും. സ്ട്രൈക്ക് ചേരതാ. ഇങ്ങനെ എവിടെ പോവും? പിടിച്ചിട്ടാഞ്ഞേ ചാടി വെള്ളത്തിൽ വന്നു. സ്ട്രൈക്ക് അടിച്ച് എവിടാ വിട്ടുപോയി. മിസ്സായി. ജസ്റ്റ് ഹുക്ക്. എനിക്കൊന്നും സ്പിന്നറിലാണ് അടിച്ചെന്ന് തോന്നുന്നു. ഈവനിങ് ടൈമൊക്കെ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വന്നിരിക്കാൻ നല്ല വൈബ്. കാരണം ഇന്നിപ്പോൾ കുറച്ച് വെയിൽ കുറവുണ്ട്, അതുകൊണ്ട് അടിപൊളിയാണ്. നല്ല കാറ്റും. അത് നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയുന്ന പോലെയല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്ന് നിന്ന് നോക്കണം. അപ്പം ഒരു പ്രത്യേക വൈബ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നിൽക്കാനായിട്ട്. ഈ ഫുള്ള് പാടവും അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഒരു നടക്കാൻ വേണ്ടി മാത്രം ഒരു വഴി, അനക്കം കൂടിയില്ല. നല്ല അടിപൊളി കാറ്റും സൂപ്പർ. അല്ല ഈവനിങ്ങൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നിൽക്കാനായിട്ട് നല്ല അടിപൊളി വൈബാണ്.
നമ്മൾ പോകുന്ന വഴി തന്നെ കണ്ടില്ലേ, നമുക്ക് ബൈക്കും കാര്യങ്ങളൊന്നും പോകുന്നില്ല, നമുക്ക് നടക്കാനുള്ളൊരു ഗ്യാപ്പുള്ളൂ. ഫുള്ള് അപ്പുറം ഇപ്പുറം ഫുള്ള് പാടവും ഫുള്ള് പച്ചപ്പും, ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ്. ഇതാണ് ബൈക്ക് കാസ്റ്റിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഒന്ന് ത്രില്ലായി വരുമ്പോഴായിരിക്കും കയറി ഉടക്കുന്നത്. നമ്മുടെ സ്പിന്നറെ കയറി കടിച്ചത്, അവൻ മിസ്സായി. ഞാൻ രക്ഷപ്പെട്ടു, അവന് ഭാഗ്യം. അതും മിസ്സായി. എല്ലാം സ്പിന്നറിലായിട്ടാ കടി വീഴുന്നത്. ഈ എൽ സ്പിന്നർ ആയണ്ടേ കറക്റ്റ് ഹുക്കപ്പ് അല്ലെങ്കിൽ കറക്റ്റ് മിസ്സാവും. കറക്റ്റ് ഹുക്കപ്പ് ഇട്ടില്ലെങ്കിൽ രണ്ട് വെത്രാത്തി മിസ്സാവുന്നു. പിന്നെ ചെറിയ മീനൊക്കെ അടിച്ചാൽ കൂടുതലും മിസ്സാവാൻ ചാൻസ് ഉണ്ട്, കാരണം സ്പിന്നറിലായിരിക്കും അടി കിട്ടുന്നത്. ഒരു കാര്യത്തിൽ നല്ല കാര്യമാണ് ഈ ചെറിയ വരാലടിച്ച് മിസ്സാവുന്നത്, കാരണം വെറുതെ നമ്മൾ പിടിച്ച് കരക്കേറ്റിട്ട് അടിച്ചു വിടണ്ടല്ലോ, ഓൾറെഡി തനിയെ വെള്ളത്തിൽ നിന്ന് പോയിക്കോളും. അടിച്ച് നൈസ് വരാലടിച്ചിട്ടുണ്ട്. ഏടാ ഉടക്കി, ഏടാ വിട്ടുപോയടാ. എത്രാമത്തെ മിസ്സാവുന്നത്. ആ ആമ്പലിലുടക്കി വിട്ടുപോയി. ഇവൻ ഓടി ഇങ്ങ് വന്നു. ഇത്ര നേരം വിളിച്ചിട്ട് അവന്മാർ ഇപ്പോഴാണ് കയറി വരുന്നത്. ഇതിനെ പിടിച്ചിട്ട് പിന്നെ നാടനെ ഇവിടെ മൊത്തം നമ്മൾ കാസ്റ്റ് ചെയ്ത് ഏതോ ഒരു കാറിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാ സ്ഥലം കൂടി നമുക്കറിയത്തില്ല. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയൊരു സ്ഥലമൊക്കെ കാണുന്നു. നല്ല സ്പോട്ട് പോകണം. എനിക്കൊന്നും ഇവിടെ ആളനക്കം കൂടി ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ മാത്രമാണ് തോന്നുന്നു ഇങ്ങോട്ടൊക്കെ വരുന്നത്. ആരും വരാത്ത സ്പോട്ടാണോ നമുക്ക്, കാരണം എല്ലാവരും എറിഞ്ഞിപ്പോൾ എവിടെയും മീനില്ല. ഫോളോ. എൽ സ്പിന്നറിൻ്റെ ഗുണം ഈ തോട്ടുകൂടി വരുമ്പോൾ അറിയാൻ പറ്റും. വെള്ളം അടിച്ച് തെറിപ്പിച്ച് നൈസ് ആക്ഷനാണ്. പക്ഷേ മീൻ മിസ്സാവുന്നുണ്ട്. നടന്ന് നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിലും ഇവിടെ നിന്ന് കാസ്റ്റ് നോക്കാം. ഫിഷ് ഓൺ. വിട്ടുപോലെ. എൻ്റെ മോനെ നൈസ് വരാലടിച്ച്. എൻ്റെ അളിയ കിടില വരാല, അല്ല കിടില സാധനം. ഇത് എൻ്റെ മോനെ സൈസ് നോക്കി. എങ്ങനെ പോലെ ഒരു 1-200 സൈസ് കാണും. എൻ്റെ തലയിരിക്കുന്നു നോക്കി. നല്ല കിടില വരാലിത്. നമ്മുടെ ഹുക്കപ്പ് അടിപൊളിയായിട്ടോ, ഹുക്ക് വിട്ടു പോകത്തില്ല. നൈസ് സാധനം, കിടില വരാൽ. നമ്മുടെ രണ്ടാമത്തെ വരാൽ. അനിയന് ഓൾറെഡി 2 അടിച്ച് കയറിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വരാണ്. ഏതായാലും ഇതിന് നമ്മുടെ അനിയൻ കാണുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയേ. എൻ്റെ മോനെ ജൈൻറ്റ് വരാൽ, ജൈൻറ്റ് സൂപ്പർ വരാൽ. ഇത് നോക്കി. എൻ്റെ മോനെ നമുക്കിപ്പോൾ നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസിൽ അടിച്ചു കയറി വരാലിനൊക്കെ ഉണ്ട്. എൻ്റെ മോനെ കൈ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. നല്ല ജൈൻറ്റ് വരാൽ, സൂപ്പർ സാധനം. എൻ്റെ തല നോക്കി. പക്ഷേ എത്രാമത്തെ? 4. ഞാൻ 2. നമ്മുടെ 4ാമത്തെ വരാലാണേ. കാണാൻ പറ്റുമോ? നമ്മുടെ 4ാമത്തെ വരാൽ. വള്ളത്തൊന്നും ഇറക്കാൻ പറ്റത്തില്ല, പുല്ല. ചെറിയ വെള്ളമുള്ളൂ. നീ ആഴമൊന്നുമില്ല, നീ ആഴം കണ്ടില്ലേ? ചെറിയ ആഴമുള്ളൂ. അപ്പുറത്തെ പാടത്തെ വെള്ളമൊക്കെ തിരിച്ചിറക്കുമ്പോളേ ഇതെല്ലാം കൂടി വന്ന് ഇതിനകത്ത് കയറുന്നേ. ഒരു സ്ട്രൈക്ക് കിട്ടിയോ അവന് ഇവിടുന്ന്? ഇതിനകത്ത് ആ ഓ സ്ട്രൈക്ക്. നിന്നിപ്പുണ്ട്. ഒരു സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ട്. അതിലടിച്ചില്ല.
ഓ ഫോളോ ശേ, ഇത് ചെറുതാട്ടോ. ചെറുതൊക്കെയാണ് ഇങ്ങനെ ബാക്കിൽ ചുമ്മാ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പോകണം. ചെറിയ മീന മൊത്തം. നമ്മളെ കാസ്റ്റിൻ്റെ ഇപ്പുറത്തന്നെ തോട് കിട്ടി. ഇവിടെ നിന്ന് കാസ്റ്റ് നോക്കാം. അപ്പോൾ കഴിച്ച് നമ്മളായാലും കാസ്റ്റിംഗ് നിർത്താണ്. കാരണം ഒരു അത്യാവശ്യം നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഇതിൽ പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കതിൽ അടിച്ച് കയറിയ മീനെ കാണിച്ചു തരാം. നമുക്കിന്ന് അടിച്ചു കയറിയ മീനാണ് ഇത്രേ. ഇതിലൊരു അത്യാവശ്യം സൈസ് ഒരു വരാലുണ്ട്. അതിനെ എടുക്കുന്ന ടാസ്ക്കാണ്. ആരും നോക്കട്ടെ. കാണാം അവിടെ കാണാം. ഗൈസ്, നമുക്കിന്ന് അടിച്ചു കയറിയ മീനുകളാണിത്. നമുക്കവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അതെ, ഇവനാണ് നമുക്ക് കിട്ടിയ കൂട്ടത്തിലെ ജായിൻ. നോക്കിയാൽ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് സൈസ് സാധനമാണ്. വരാലിൽ ഈ സൈസൊക്കെ കിട്ടുന്ന റയറാണ്. ഇതൊക്കെ വിയറ്റ്നാമാണ്. ഇത് രണ്ടും വിയറ്റ്നാമാണ്. ഇത് രണ്ടും നാടനാണ്. നമുക്ക് ആ പാടത്തുനിന്ന് അടിച്ച രണ്ടും നാടൻ. ഏതായാലും നമുക്ക് ഇതിൽ നല്ല ഫിഷിംഗ് വീഡിയോസായിട്ട് ഇനിയും കാണാം. അത്യാവശ്യം ഇരുട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് എടുത്തുമാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ. ഇതിൽ നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.